അപ്പോൾ എന്തൊക്കെയായാലും കറങ്ങിത്തിരിഞ്ഞ് ഊട്ടിയിൽ നിന്നില്ല, കൂനൂരിൽ നിന്നില്ല, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടനാടാണ്. കോടനാട് എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഊട്ടിയിൽ നിന്ന് കൂനൂരൊക്കെ എത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ വിശപ്പിൻ്റെ വിളി അങ്ങ് ഉച്ചസ്ഥായിലെത്തിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ കൂനൂരുള്ള ഹൈദരാബാദി ബിരിയാണി ഹൗസ് കയറിയിട്ട് ഒരു കബാബ് ഓരോരോ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിഷ്ണു പറഞ്ഞത് നമുക്ക് കോടനാട് വരെ ഒന്ന് പോയാലോ എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, വണ്ടി നേരെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് വിട്ടു. ഊട്ടിയിൽ നിന്ന് നേരെ കൂനൂർ വന്നിട്ട് കൂനൂരിൽ നിന്ന് നേരെ കോത്തഗിരിയിൽ നിന്നാണ് നമ്മൾ നേരെ കോടനാടേക്ക് വരുന്നത് കേട്ടോ. ഊട്ടിയിൽ നിന്ന് കോടനാടേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതുപോലെ 2 സൈഡും ടീ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള റൂട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കോടനാട് എസ്റ്റേറ്റിലാണ് കേട്ടോ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെക്ടർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ചുറ്റും മലകളും അതുപോലെ തന്നെ ടീ പ്ലാന്റേഷൻസും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു എസ്റ്റേറ്റ് ജയലളിതയ്ക്ക് എന്നും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ ആ എസ്റ്റേറ്റിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ആ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലെത്തുന്നത്. നമ്മളിപ്പോൾ കോടനാട് വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലം അവസാനിക്കുകയാണ്. ഇവിടെ വരെ മാത്രമാണ് വണ്ടി വരുന്നത്. ഇവിടെ ഈ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, ഒരാൾക്ക് 30 രൂപ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ താഴേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റിനകത്തേക്കുള്ള വഴി. നല്ലപോലെ കോടയൊക്കെ കയറി നിൽക്കുന്നുണ്ട്. നല്ല കോട എന്ന് പറഞ്ഞാൽ നല്ല കോട തന്നെയാണുള്ളത്. കോടനാട് വ്യൂ പോയിന്റ് ഒരു വ്യൂ ഇല്ല, മൊത്തം മഞ്ഞ്, കോട പിടിച്ച് കിടക്കുകയാണ് കോടനാട്.
വെറുതെ അല്ല ഈ നാടിന് കോടനാട് എന്നുള്ള പേര്. കോട കൊണ്ട് മുമ്പിലുള്ളത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കോട ഇങ്ങനെ വന്ന് കയറിയോണ്ടിരിക്കുകയാണ്. ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. ഇതിൻ്റെ താഴേക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള നല്ല വലിയ വ്യൂ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇവിടെ നിന്ന് ഒന്നും തന്നെ കാണാനില്ല. അതാണ് ഏറ്റവും വലിയ രസം. അല്ലേ, മൊത്തം കോട മാത്രം. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വിഷ്ണുവുണ്ട്. ഈ സ്ഥലം മൊത്തം പാറയാണ്. ഇല്ലേ, പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് പാറയുടെ പോലെ. ഇതൊക്കെയാണ് കോടനാട് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ. ഇതാ ഈ ഒരു ടവറിൻ്റെ മേലെ നിന്നും നമുക്ക് കയറിയിട്ട് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പിന്നെ ഇവിടേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. കോത്തഗിരിയിൽ നിന്ന് നമുക്ക് ബസ് സർവീസ് ഉണ്ട്. ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ബസ് ടൈമിങ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം വലിയൊരു ഐഡിയ അല്ല. എന്തൊക്കെയായാലും ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതല്ലേ ബാക്ക് സൈഡെല്ലാം ഫുള്ള് മഞ്ഞ്, കോടയോട് കോട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.